ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു 2 മാസമായി കേട്ടോ. എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഇടയ്ക്ക് എൻ്റെ ഫോണിന്ന് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ വീഡിയോ വേറൊരു ഫോണിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നെറ്റ് ഹാങ് ആയി കഴിഞ്ഞപ്പം ഈ വീഡിയോ വേറെ ഫോണിലോട്ട് ഇട്ടിട്ട് ഞാൻ ഈ ഫോണ് സോഫ്റ്റ്വെയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം പിന്നെ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്ത് കിട്ടിയതിനൊക്കെ ശേഷം പിന്നെ ഞാൻ ഈ വീഡിയോയുടെ കാര്യം മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മാമൻ്റെ മോനും മോളുമാണ്. അപ്പോൾ അവർ വാവേനെ കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ വാവേനെ അവൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കാരണം വാവ ഉണ്ടായതിനു ശേഷം അവൾക്ക് വരാൻ സാധിച്ചില്ലായിരുന്നു. അവൻ 28 വന്നിട്ടുണ്ടായിരുന്നു വാവയുടെ. അതിനൊക്കെ ശേഷം പിന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഇവരൊരു ഏകദേശം 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വന്നത്. അങ്ങനെ അവർ പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ അവർ പോകാനായിട്ട് റെഡിയാകുവാണ് കേട്ടോ. കാരണം അവന് നൈറ്റ് ജോലിക്ക് കയറാനുള്ളത് കൊണ്ട് ഒത്തിരി നേരം ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവരെന്ന് വന്നാലും ഒരുപാട് നേരമൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ തിരക്കായതുകൊണ്ട് അവർ നേരത്തെ പോകുവാണ്. ഒരു 3:30 ആയപ്പോൾ വന്നതാണ് കേട്ടോ. അത്ര നേരം ഇരുന്നു. ഇവരെല്ലാ ദിവസവും വരുന്നതാണ് കേട്ടോ. എല്ലാ ദിവസവും അല്ല, ഒരു ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് കേട്ടോ പിള്ളേരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അമ്പാടി ഉണ്ടായതിന് ശേഷം അവൾ ഒരുപാട് ദിവസമൊക്കെ വരുമായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓടി ഓടി വരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി നേരമൊക്കെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. ഇവർ മാത്രം കേട്ടോ കൂടുതലും വരാനുള്ളൂ. അങ്ങനെ വേറെ ആരും വരാനൊന്നുമില്ല. പിന്നെ അവർക്ക് അവരുടേതായ തിരക്കും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തിരക്കും, പിന്നെ അവർക്കും ചാനലുണ്ട്, വീഡിയോയുടെ കാര്യവും പിന്നെ അവന് ജോലിക്ക് പോകണം അതിൻ്റെ കാര്യവും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തരും ഓരോ തിരക്കിലാണ് കേട്ടോ. പിന്നെ കിട്ടുന്ന സമയമൊക്കെ ഇതേപോലെ ഓടി ഓടി വരും, പിള്ളേരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വരും കേട്ടോ. അത് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ അവർ പോകുവാണ് കേട്ടോ. ഇനി അവന് ചെന്നിട്ട് വേണം അവന് നേരെ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട്. അവളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വേണം കേട്ടോ. അപ്പോൾ അവളുടെ വീട്ടിലായിട്ടാണ് പോകുന്നത്. അവളെ കൊണ്ട് നേരെ വീട്ടിലാക്കിയതിന് ശേഷം പിന്നെ അവൻ ജോലിക്ക് കയറും കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കടയിലൊക്കെ ഒന്ന് പോകണം, ഷോപ്പിങ്ങിന് പോകണം, കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം. ഞങ്ങളൊരു വൈകിട്ട് രാത്രി ഒരു 7:30-8 മണി ആ ഒരു സമയത്താണ് കേട്ടോ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ കടയിലോട്ട് പോകുന്നത്. അപ്പോൾ ആഴ്ചയിലാണ് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കടയിലാണ് ഞങ്ങൾ വന്നേക്കണം. അരി, ഉപ്പ്, മുളക്, മഞ്ഞൾ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നാണ് കേട്ടോ മേടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ താമസമാണ്. കാരണം ഓരോ സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് പെറുക്കി ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ മേടിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ ചേട്ടൻ എല്ലാം എടുത്തുകൊണ്ട് തരുവാണ് കേട്ടോ. എണ്ണയും സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാ കൂട്ടവും മേടിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ച് എല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും വിശേഷവും ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു.